നീറ്റ് പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ച ഹർജികൾ ഇന്ന് നാളെ സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരും. 30ഓളം ഹർജികൾ ഒരുമിച്ചാണ് സുപ്രീം കോടതി കേൾക്കാൻ പോകുന്നത്. ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചാണ് ഈ കേസ് പരിഗണിക്കുന്നത്. ഡൽഹിയിൽ നിന്നും രാധാകൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. രാധാകൃഷ്ണൻ, നീറ്റാക്കാനുള്ള ശ്രമങ്ങളൊക്കെ ഡൽഹി ആസ്ഥാനത്ത് നടക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഹർജികൾ വരുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ്? നമ്മുടെ സുപ്രീം കോടതി ഇക്കാര്യത്തിൽ അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നു. 0.0001% തെറ്റുണ്ടെങ്കിലും അഥവാ ഏതെങ്കിലും വിധത്തിലുള്ള പഴുതുണ്ടെങ്കിലും ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുതാര്യത ഉറപ്പാക്കാൻ ആ പഴുത് അഥവാ അത്തരത്തിലുള്ള തെറ്റ് അത് ഒഴിവാക്കിയേ മതിയാകൂ എന്ന നിലപാടാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നാളെ ഈ കേസ് പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് പരിഗണിക്കുമ്പോൾ വലിയ പ്രാധാന്യമാണ് അതിന് ഉള്ളത്. 30ഓളം ഹർജികളാണ് ഉള്ളത്. അതിൽ ഈ പരീക്ഷ റദ്ദാക്കണമെന്നുള്ള ആവശ്യമുണ്ട്, പരീക്ഷ റദ്ദാക്കരുതെന്ന ആവശ്യമുണ്ട്, ഈ പരീക്ഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രമക്കേടുകൾ അന്വേഷിക്കണമെന്ന ആവശ്യമുണ്ട്. അങ്ങനെ നീളുന്ന ആവശ്യങ്ങളാണ് ഈ 30 ഹർജികളിലും ഉള്ളത്. ഈ 30 ഹർജികളും ഒന്നായിട്ടാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് പരിഗണിക്കുന്നത്. 2 ഹർജികളിലും കേന്ദ്ര സർക്കാരും ഒപ്പം NDAയും അവരവരുടെ സത്യവാങ്മൂലം സമർപ്പിച്ചിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പറയുന്നത് പരീക്ഷ റദ്ദാക്കാനാകില്ല, സുതാര്യതയുണ്ട്, എല്ലാവിധത്തിലുള്ള സുതാര്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണ നടപടികളും CBI അന്വേഷണം അടക്കം യാഥാർത്ഥ്യമാകുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളുടെ പേരിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു തീരുമാനം അത് പരീക്ഷ റദ്ദാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് പോയാൽ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ഭാവിയെ അത് ബാധിക്കും, തെറ്റായ സന്ദേശം നൽകുന്നതാണ് എന്നതടക്കമാണ് കേന്ദ്ര സർക്കാരിൻ്റെ വാദം. NDA പറയുന്നത് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ്, 2 ഇടങ്ങളിൽ മാത്രമാണ് ഈ ക്രമക്കേടുകൾ എന്ന് പറയാവുന്ന സംഭവം ഉണ്ടായത്. അത് ഗോദ്രയിലും പട്നയിലുമാണ്. മറ്റുള്ളിടങ്ങളിലെല്ലാം ആൾമാറാട്ടമാണ് നടന്നിരിക്കുന്നത്. അത് കയ്യോടെ പിടിച്ചത് NDAയുടെ ഉദ്യോഗസ്ഥർ തന്നെയാണ്. ആ സാഹചര്യത്തിൽ ഈ പരീക്ഷയ്ക്ക് സുതാര്യതയില്ല എന്ന വാദം തെറ്റാണ്. പരീക്ഷ റദ്ദാക്കുന്ന നടപടികളിലേക്ക് അതുകൊണ്ട് പോകണ്ട എന്ന ഒരു നിലപാടാണ് അവരും സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന് അനുബന്ധമായിട്ട് നമുക്ക് കൂട്ടിച്ചേർക്കാനുള്ളത് ജൂലൈ 3-ാം വാരത്തിൽ കൗൺസിലിംഗ് ആരംഭിക്കും എന്ന വിധത്തിൽ ഒരു തീരുമാനം കൂടി കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നു. നാളെ അത് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി അറിയിക്കും. അതിനുശേഷം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ സ്റ്റേ നടപടികളടക്കം ഉണ്ടായില്ലെങ്കിൽ മുന്നോട്ട് പോകാനുള്ള തീരുമാനമാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായിട്ടുള്ള ബെഞ്ച് നാളെ പരിഗണിക്കുന്നത് 30ഓളം ഹർജികളാണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ 30ഓളം ഹർജികളിൽ എടുക്കുന്ന നിലപാട് അഥവാ നിരീക്ഷണങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്. താങ്ക് യു. അഭിലാഷ് KV പറയുന്നു. നമസ്കാരം KN, ഞാൻ യൂറോപ്പിലെ മാൾട്ടയിൽ നിന്നുമാണ് മെസ്സേജ് അയക്കുന്നത്. ഇവിടെ ഇപ്പോൾ പുലർച്ചെ 4:25 സമയം. നാളെ എൻ്റെ മകൻ അഹാൻ്റെ 6ാമത് പിറന്നാളാണ്. അങ്ങയുടെ വക ഒരു ഹാപ്പി ബർത്ത്ഡേ പറയാമോ? തീർച്ചയായിട്ടും താങ്കൾ ഇത്രയും ദൂരെ നിന്ന് അയക്കുമ്പോൾ എനിക്ക് താങ്കളുടെ ഈ സന്ദേശം അവഗണിച്ച് പോകാൻ കഴിയുന്നില്ല. അഹാന് ജന്മദിന ആശംസകൾ നേരുന്നു. താങ്കൾ മാൾട്ടയിൽ സുഖമായിരിക്കുന്നു എന്ന് കരുതുന്നു.